ഹായ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് റിങ്സ് ആണ്, പേപ്പർ റിംഗ് ആണ് കേട്ടോ. ക്ലാസ്സിലും അതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ഷൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എസ്തേറ്റിക്സ് അതുപോലെ സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള ജ്വല്ലറീസ് ആണെങ്കിലും എന്താണെങ്കിലും യൂസ് ചെയ്യാൻ ഇഷ്ടം അങ്ങനെയാണല്ലേ. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതുപോലെ കുറച്ച് പേപ്പർ റിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി ഇടാമല്ലോ. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും, പക്ഷെ ഇപ്പം ഞാൻ കാണാറില്ല. എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിട്ടാണോ എന്നറിയില്ല, ഇപ്പം ഞാൻ കാണാറില്ല കേട്ടോ. കാണാറില്ല എന്ന് പറഞ്ഞാൽ കാണാറേ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ദിവസം ഫോണിലങ്ങ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇതേ സ്റ്റോറി വേറെ ഏതോ ഒരു ആൾ പറഞ്ഞത് കേട്ടു. എനിക്ക് അക്കൗണ്ടൊന്നും ഓർമ്മയില്ലായിട്ട് ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, പഠിച്ചോനെ അങ്ങനൊരു കാലം എനിക്കുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു വാച്ച്, ഒരു വള, അങ്ങനെയാണല്ലോ നമ്മൾ എടുക്കാറ്. അങ്ങനെയാണ്, ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതിനുണ്ടായിരുന്നതാണ് ഈ ഒരു പെട്ടി വാച്ചിൻ്റെ സെറ്റ് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു ഉപ്പനെ പറ്റിച്ചതാണ്, ആനയാണ്, തൊട്ടിയാണ്, ചക്കയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഉപ്പാക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല. ഒരു വാച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കാരണം അതിന് കുറേ പട്ടകളും ഒറ്റൊരു നോർമൽ വാച്ചിൻ്റെ ഡിവൈസ് മാത്രമല്ല, ടൈം നോക്കുന്ന ഡിവൈസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അതങ്ങനെ പറഞ്ഞത്. പിന്നെ കുറേ റൗണ്ടിലുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് പട്ടകളുമാണ്. ഞാൻ ഫുൾ അലമ്പ്, പണ്ടേ ഞാൻ അലമ്പായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ പറഞ്ഞേടി പൊട്ടത്തി, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഞാനൊരു സംഭവമായി. വേറെ ഒന്നുമല്ല, ഇനി നമുക്ക് ഇങ്ങനെ ഡ്രസ്സിനനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കാമല്ലോ. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പം പിന്നെ അതുവരെ വഴക്കുണ്ടാക്കി ഞാനേ അല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അത് ഭയങ്കര ഇട്ട് നടക്കലായിരുന്നു കേട്ടോ. റൗണ്ടിലായിരുന്നു ആ വാച്ച്, പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല. റൗണ്ടിൽ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു നല്ല എന്താ പറയുക, നോർമലായിട്ടുള്ള മൈന്യൂട്ട് കളേഴ്സ്, മൈൽഡായിട്ടുള്ള കളേഴ്സ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഡാർക്കായിട്ടുള്ള കളേഴ്സൊന്നുമല്ല. അന്ന് എനിക്ക് തോന്നുന്നു ക്യൂട്ട് എസ്തറ്റിക്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അല്ല അതിൻ്റെ കറുത്ത മനസ്സിലായത് എന്തുകൊണ്ടാണെന്നൊക്കെ, അർത്ഥമല്ല, എന്താണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായത്. ഓക്കെ, അന്നേ നമ്മൾ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന 2 റിംഗ് ആണ് കേട്ടോ. 3 ഞാൻ ഉണ്ടാക്കിയത്. ഒന്ന് പറ്റ ഫ്ലോപ്പായപ്പോൾ ഞാൻ നിർത്തിപ്പോയി. 2-3 വട്ടം ഞാൻ ശ്രമിച്ചോക്കെ. പിന്നെ എനിക്ക് മനസ്സിലായത് ഇതിന് നിന്നിട്ട് നേരം സമയം കളഞ്ഞിട്ട് ആദ്യം എടുത്തിട്ട് 7x7 ഉള്ള പേപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് ചെയ്യണം. അല്ല, മലയാളം അറിയാമോ? മലയാളം കൊത്തത്തില്ല. അപ്പോൾ കണ്ടല്ലോ, അടുത്തത് നമ്മളൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു റിംഗാണ് ചെയ്തെടുക്കുന്നത്. അതും നല്ല എളുപ്പമുള്ളൊരു റിംഗാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഹാർട്ട് ഷേപ്പിലുള്ള റിംഗ് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ കളറും എനിക്കിഷ്ടമായി. ഞാൻ ആദ്യം കളർ പേപ്പറൊന്നും ഇല്ലാതായപ്പോൾ നോർമലി എല്ലോണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ചെയ്ത് വന്നപ്പോൾ അടിപൊളി ഇരുന്നടോ. സൂപ്പർന്ന് വെച്ചാൽ സൂപ്പർ അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ ഹാർട്ടിൻ്റെ ഇതിൽ 15x3 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ചെയ്ത് വന്നപ്പോൾ അത് ഇച്ചിരി വലിപ്പം കൂടി. അപ്പം ഞാൻ ഇതിൻ്റെ 2 സൈഡ് ഒരുപോലെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയത് അതെന്തുകൊണ്ട് നമുക്കൊരു ബ്രേസ്ലെറ്റ് ആക്കി യൂസ് ചെയ്തുകൂടാ, ബ്രേസ്ലെറ്റ് ആക്കാം. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുന്ന മുൻപ് റിങ് വേണോ ബ്രേസ്ലെറ്റ് വേണോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. സോ എന്ത് ചെയ്താലും പ്ലാൻ പണ്ണണം എന്ന് കേട്ടില്ലേ? സോ അതന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താ നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ 2 വീഡിയോ അല്ല 2 വീഡിയോ എന്ന് തന്നെയല്ലേ പറയാ. 2 ഐറ്റം അങ്ങനെ ഇഷ്ടമായില്ലേ? 2 ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും അപ്പോൾ നമുക്കിനി സ്കൂളിലും ക്ലാസ്സിലൊക്കെ ഒന്ന് സ്റ്റാർ ആയിക്കൂടെ? അപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ചെയ്ത് തന്നില്ലേ, അത് നല്ല ഭംഗിയുള്ളൊരു റോസ് പൂവിൻ്റെ തരുന്നു. പക്ഷെ ഞാൻ അതെങ്ങനെ മടക്കിയിട്ടും അങ്ങോട്ട് നേരായില്ല. മൂപ്പർക്ക് എന്തോ ഇന്നങ്ങോട്ട് പിടിച്ചില്ലാന്ന് തോന്നുന്നു. ഞാൻ കുറേ മൂപ്പരെ പിടിച്ചടക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എന്തോ റോക്കി ബൈനോട് മൂപ്പർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബൈ. ഇതാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഭാഗട്ടോ. അപ്പം നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആണ് മനസ്സിലെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാതെ തന്നെ അങ്ങനെ തന്നെ വെച്ചോളൂ കേട്ടോ. അതായിരിക്കും ബെറ്റർ. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ലൊരു ന്യൂഡ് കളർ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിങ്ക് യെല്ലോ കാണാൻ. എങ്ങനെയുണ്ട്? ബ്രേസ്ലെറ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?